കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒരു ലഡു കഴിച്ചെന്ന് വെച്ചേ അതിന്റെ പേരിൽ തടിയൊന്നും കൂടാൻ പോണില്ല. ഇതൊക്കെ ഒരു സന്തോഷല്ലേ? വന്നല്ലോ. ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോഴാണോ വരവ്? കുറച്ച് ബിസി ആയി പോയി ആന്റി. ആരും കേക്കണ്ട, നിന്നേക്കാളെ 100 ഇരട്ടി ബിസിയായ ആൾക്കാരാ ഇവിടെ ഇരിക്കുന്നത്. കിരണും ബിസിയാ? ഓഫീസില് എന്തോ കോൺഫറൻസോ മറ്റോ. ഞാനെന്നാ സുമിയെ കാണട്ടെ. ഹലോ, ഇത് ഐശ്വര്യ, എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഇതിനെയാണ് ഇങ്ങോട്ട് വിളിച്ചേ? ഞാൻ തന്നെ. ബെസ്റ്റ്. സുമിക്ക് കിട്ടിയതേ എത്ര നല്ല ബന്ധാണെന്ന് അവളും കൂടി കാണട്ടെ. കിരണും കൂടി വേണമായിരുന്നു. മനപ്പുറം വരാത്ത ഉറപ്പല്ലേ? അവൻ പോയാ സുമിക്ക് വേറെ ചെറുക്കരെ കിട്ടില്ലെന്നാ അവൻ വിചാരിച്ചത്. ഇതാണ് ഞങ്ങളുടെ ഭാവി മരുമകൻ സാനിയ. ഇവരെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് അനുരാധ, ഞങ്ങളുടെ മകൻ മാരി ചെയ്യാൻ പോണ കുട്ടിയുടെ അമ്മ. ഇതാണ് ഗിരിധർ നമ്പ്യാർ. പറയാതെ തന്നെ അറിയായിരിക്കും, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബിസിനസ്മാൻ ആണ്. കേട്ടിട്ടുണ്ട്. നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ? എടുക്കാം. വരൂ. വാ മോളെ, ഇവിടെ നിക്ക്. മോളെന്താ അവിടെ നിക്കുന്നേ? വാ, നീ അങ്ങോട്ട് മാറിക്കേ. അയ്യോ, സാറൊന്ന് മാറിക്കണേ. ഇവിടെ വരൂ, ഇങ്ങോട്ട് കയറിക്കൂ. ഓക്കെ. നോക്കേ, ഇത് കണ്ടാ കെട്ടാൻ പോകുന്ന ഇവർ രണ്ടുപേരും ആണെന്ന് തോന്നുമല്ലോ. സ്നേഹ ഇവിടെ പിള്ളേരെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ. എന്നാ ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ. അർജന്റായിട്ട് കുറച്ച് സ്ഥലത്ത് പോവാനുണ്ട്. പിള്ളേരെ നോക്കിക്കൂടെ? എല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു. അതെ. പറയട്ടെ. എന്താ പ്രശ്നം? ചേച്ചിയുടെ കാര്യം തീരുമാനമായി. നിന്റെ റെസ്പോൺസിബിലിറ്റിയും കഴിഞ്ഞു. ഇനി എപ്പോഴാ നമ്മുടെ കാര്യം? അത് ആലോചിക്കാം. തിടുക്കം വേണ്ട. എനിക്ക് കുറെ കാശൊക്കെ കിട്ടിയിട്ട് കിടുക്കനൊരു വീടും വെച്ച് അടിപൊളിയായിട്ട്. പറ്റില്ല. നമ്മുടെ എൻഗേജ്മെന്റ് നീ ഇന്ന് തന്നെ ഡിക്ലെയർ ചെയ്യണം. നീ എന്താ പറയുന്ന സനു? ഞാനൊന്ന് സ്വന്തം കാലിൽ നിന്ന്. നോ. നിനക്കെന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്കിൽ ഈ നിമിഷം തന്നെ പോയി പറയും എല്ലാരോടും. ഐ
I'll give you 5 minutes. അതിനുള്ളിൽ നമ്മുടെ എൻഗേജ്മെന്റിന്റെ കാര്യം എല്ലാവരോടും പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കും. എന്നിട്ട് വേറെ ആരെങ്കിലും കിട്ടും. ഓ, ചാലഞ്ച് ആണോ? യെസ്, അങ്ങനെയെങ്കിൽ അങ്ങനെ. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഞാനും വേറെ വഴി നോക്കാം. ഈ സനുവിനെ അറിയില്ല നിനക്ക്. എന്നോട് തമാശ കളിക്കരുത് ശ്രീ. ഓ, തമാശ പറയുന്നത് നീയല്ലേ? രണ്ടെണ്ണത്തിനും ഇത്ര ബോധമില്ലാതായി പോയല്ലോ. എന്തിനും മടിക്കാത്തവളാ സനു. അത് ഇതുവരെ ഈ പൊട്ടന് മനസ്സിലായിട്ടുമില്ല. ഇതെങ്ങനെ വിട്ടാ കാര്യങ്ങൾ കൈവിട്ടു പോവേ ഉള്ളൂ. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കാനുണ്ട്. മോളെ, ആ ഓളി ഒന്ന് ലോ ആക്കേ. ഫസ്റ്റ് ഓഫ് ഓൾ, കൺഗ്രാറ്റുലേഷൻ ടു ബോത്ത് ഓഫ് യു. താങ്ക് യു. ഈ കാര്യം ഭംഗിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് സാനിയയുടെയും ശ്രീനിഷിന്റെയും കാര്യം വച്ച് താമസിപ്പിക്കാതെ നടത്താമെന്നാണ് എന്റെ ഒരു തീരുമാനം. ഇന്നലെ എന്തു പറയുന്നു? എന്റെ മനസ്സാ ദീപ പറഞ്ഞത് സത്യം. ഞാൻ പറയാൻ കാര്യം വേറൊന്നുമല്ല. ജോത്സ്യർ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. നാളെ ഒരു നല്ല മുഹൂർത്തം ഉണ്ടെന്നാ പറയുന്നേ. നിങ്ങൾക്ക് വേറെ അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ശ്രീനിഷിന്റെയും സനുവിന്റെയും എൻഗേജ്മെന്റ് കൂടി നാളെ. എന്താ സൗകര്യം? ഞങ്ങൾക്ക് സന്തോഷല്ലേ ഉള്ളൂ, അല്ലേ ചന്ദ്രേട്ടാ? നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യം തന്നെയല്ലേ അതും. നാളെയാണ് യോഗമെങ്കിൽ നാളെ തന്നെ നടക്കട്ടെ. ഓർമ്മ വെച്ചിട്ട് ഇന്നേ വരെ മാറാത്ത എന്റെ ജീവിതം 2 ദിവസം കൊണ്ട് മാറിയിരിക്കുന്നു. ഇതൊക്കെ ശരിക്കും നടക്കുകയാണോ അതോ സ്വപ്നമാണോ? കൺഗ്രാറ്റുലേഷൻസ് മിസ്സസ് സുമിത വിനീത്. സുമിത ചന്ദ്രൻ. ഇത്രയും നാളും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ സ്വന്തം പേര് കുറച്ചു നാളുകൾക്കകം ആ സ്ഥാനത്ത് പരിചയമില്ലാത്തൊരു പേര് വന്നു ചേരും. സുമിത വിനീത്. നീ എപ്പോ എഴുന്നേറ്റു? ഗുഡ് മോർണിംഗ് അച്ഛാ. മോർണിംഗ്. ഞാൻ കുറച്ചു മുമ്പ് വന്ന് നോക്കിയപ്പോ നല്ല ഉറക്കമായിരുന്നു നീ. ചായ അച്ഛനിട്ടതാണോ? ഞാൻ ഉണ്ടാക്കുന്ന ചായയല്ലേ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാളും നിനക്കിഷ്ടം. എന്റെ കൈകൊണ്ട് നിനക്കൊരു ചായ ഇട്ട് തരാൻ ഇനി എപ്പോഴും പറ്റില്ലല്ലോ. എന്റെ മോള് കല്യാണം കഴിഞ്ഞ് പോവുകയല്ലേ. എന്താ മോളെ, ഇത്ര നല്ലൊരു കാര്യം നടക്കാനിരിക്കുമ്പോ നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്തത്? എല്ലാം ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയപ്പോ. ശുഭകാര്യങ്ങൾ അങ്ങനെയാ മോളെ, പെട്ടെന്നായിരിക്കും നടക്കുക. എന്തോ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ. ഇതൊക്കെ സത്യമാണോ സ്വപ്നമാണോ എന്ന് പോലും. ഈ ലോകത്തുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് വായിച്ചേ നിന്റെ ബുദ്ധി കൂടിപ്പോയി, നിന്റെ അച്ഛനെ പോലെ. അതാ പ്രശ്നം. ഏത് കാര്യത്തിനും 100 കൂട്ടം സംശയങ്ങളാ. അത് ശരിയാ. വിവരമില്ലെങ്കിൽ പിന്നെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ടല്ലോ. എടി മോളെ, ദേ കേട്ടോ, അതൊക്കെ ഈ ഞാൻ. നിനക്കറിയോ,
17-ാം വയസ്സില് എന്റെ കല്യാണം നിശ്ചയിക്കുമ്പോ ഞാനുണ്ടല്ലോ ജീവിതത്തിനോട് ഒരു സീരിയസ്നെസ് ഇല്ലാത്ത പൊട്ടി പെണ്ണായിരുന്നു. അതിപ്പോഴും ആണല്ലോ. ഒന്ന് പോവാ അവിടുന്ന്. പക്ഷെ നിന്റെ അച്ഛനെ ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്കിഷ്ടായി. അന്ന് പെയ്ത മഴയിൽ ഞാൻ സന്തോഷം കൊണ്ട് മതിമറന്ന് ആടി പാടി നനഞ്ഞത് എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. അതെ, നീ പറഞ്ഞതിൽ 2 തിരുത്തുണ്ട്. ഒന്ന്, നമ്മുടെ കല്യാണം നടക്കുമ്പോ നിനക്ക് 17 അല്ല 19 വയസ്സായിരുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കല്യാണം മാർച്ച് മാസത്തിലായിരുന്നു. മാർച്ചിൽ എവിടെ ഇന്നലെ മഴ? അതൊക്കെ ഉണ്ടായിരുന്നു. നീ അച്ഛന്റെ വാക്കും കേട്ടോണ്ടിരുന്ന നേരം കളയണ്ട. 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ബാക്കിയുണ്ട്. ചന്ദ്രേട്ടനൊന്ന് വേഗം റെഡി ആവണം. ശ്രീകുട്ടരെയും കുട്ടി ഷോപ്പിംഗിന് ഇറങ്ങണം. എന്നെ കൊണ്ട് ഇനിയും വന്ന് വിളിപ്പിക്കരുത്. ഈ കാലത്തിനിടയിൽ ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷേ നിന്റെ അമ്മയുടെ കാര്യം എല്ലാം നല്ല വഴിക്ക് വരുന്നു. എന്നിട്ടും എന്താ എന്റെ മനസ്സിങ്ങനെ കൈവിട്ടു പോകുന്നത്? താങ്ക്സ്. അപ്പൊ cheers. അങ്ങനെ കാര്യങ്ങൾ നല്ല കറക്റ്റ് ലൈൻ ആൻഡ് ലെങ്ത്തിൽ നടന്നു കഴിഞ്ഞു. അതൊക്കെ നടന്നു. പക്ഷേ ആ വിനീത് ഉണ്ടല്ലോ, സുമിതയ്ക്ക് പെർഫെക്റ്റ് മാച്ച് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഓ, സുമിതയ്ക്ക് പെർഫെക്റ്റ് മാച്ച് ആയിട്ടൊരു പുരുഷൻ ഈ ലോകത്ത് ജനിച്ചിട്ടേ ഇല്ല. അവൾ അത്രയ്ക്ക് പ്രോബ്ലമാടാ. എന്തായാലും അവനെ ദൈവം കാക്കട്ടെ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സമാധാനമായി. ഇതോടെ അവളുമായിട്ടുള്ള സകല ഇടപാടുകളും തീർന്നല്ലോ. അതെ, നീ വന്നേ, ഒരു കാര്യം കാണിച്ചേ. ബാ. ഇത് സനു ശ്രീനിഷിനെ അണിയിക്കാൻ പോകുന്ന റിങ്ങാ. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ടല്ലോ. ഇത് ഞാൻ സനുവിനെ ഏൽപ്പിക്കാനായിട്ട് അമ്മയുടെ അടുത്ത് കൊടുക്കാൻ പോവാ. എന്തിന്? അവക്ക് നേരിട്ട് കൊടുത്താ പോരെ? നേരിട്ട് കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ വയ്യടാ, വല്ലാതെ ഇമോഷണൽ ആയിപ്പോ ഞാൻ. അവൾ പോവല്ലേടാ ഇവിടുന്ന്. എന്റെ കുഞ്ഞു പെങ്ങൾക്ക് കല്യാണമായി, വേറെ വീടായി, കുടുംബമായി. പിന്നെ അവളുടെ ജീവിതത്തില് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് അവളുടെ ഏട്ടനായി നീയല്ലേ? അപ്പൊ പിന്നെ ഇത് അവക്ക് നേരിട്ട് കൊടുക്കുന്നത് നീ അങ്ങ് ആഘോഷിക്കല്ലേ വേണ്ടത്, അല്ലാണ്ട് മാറി നിന്ന് സെന്റിമെന്റിലാവല്ല. ഇത് നീ 2 മോതിരം വാങ്ങിയോ? ലേഡീസ് റിങ്ങോ? ആഹാ, അപ്പോ ഇതിനിടയിൽ അങ്ങനെ ഒരു കാര്യം വർക്കൗട്ട് ആയോ? ആരാ കക്ഷി? പറ. ഒന്ന് പോടാ. ഇത് ഞാൻ സുമിതയ്ക്ക് വേണ്ടി വാങ്ങിയതാ, നാളെ വിനീതിന് കൊടുക്കാൻ. വെറുതെ, ജസ്റ്റ് ലൈക്ക് സേയിങ് എ ബിഗ് താങ്ക്സ്. എന്തൊക്കെ പറഞ്ഞാലും അവള് കാരണമാണല്ലോ എന്റെ അനിയത്തിയുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞത്. അതിന്റെ ഒരു നന്ദി, അത്രേ ഉള്ളൂ. ഇത് നീ വിനീതിനെ ഏൽപ്പിക്കണം. ഇത് തന്നെ അവൻ അവളെ എൻഗേജ്മെന്റിന് അണിയിക്കട്ടെ. എടാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം നിന്നോട് പറയട്ടെ. ഇനി നീ ഒരു മോതിരം വാങ്ങുന്നുണ്ടെങ്കിൽ
അത് 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 നിന്റെ പെണ്ണിന് വേണ്ടി മാത്രമായിരിക്കണം. നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് വേണ്ടി. കൂടും കുടുംബമൊക്കെ ആവേണ്ട കാലം പണ്ടേ കഴിഞ്ഞു പോയെന്ന് എനിക്ക് അറിയാം സ്നേഹ. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ജീവിതം ഒരുപാട് മുന്നോട്ട് പോയ പോലെ. ഇനിയിപ്പോ ജീവിതത്തിലേക്ക് ഒരാളും കൂടി വരിക ഒക്കെ വലിയ പാടാണ്. എന്നെ ഇഷ്ടമായോ? ഒന്നും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സംഭവിക്കുന്നതൊക്കെ ഒരു സ്വപ്നത്തെക്കാൾ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ചിലപ്പോ കാര്യങ്ങൾ ഇത്രയും പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണോ ദൈവം എന്നെ ഇത്രയും കാത്തു നിർത്തിയത്? വേണ്ട, ഒരുപാടൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഇന്ന് നടക്കാൻ പോകുന്നത് എന്റെ എൻഗേജ്മെന്റ് ആണ്. ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം. ഇന്നലെ ആ കേറ്ററിംഗ് പാർട്ടിയുടെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. വേറെ നമ്പർ ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ നോക്കിയിട്ട് പറയാ ചന്ദ്രേട്ടാ. ഒന്നിങ്ങ വന്നേ. ദേ ഇത് കണ്ടോ? വരാം വരാം. വന്നേ, വേഗം വന്ന് നോക്കിയിട്ട് പോ. ഇത് എങ്ങനെയുണ്ടെന്ന്. ആഹാ, അസലായി. അതെ, ശ്രീകുട്ടനാ. നിന്റെ സെലക്ഷൻ അപാരം. അത് സുമിതയ്ക്കാ. ഇതോ? ഈ പഴയ മോതിരോ? അതിനെന്താ കുഴപ്പം? കുഴപ്പം എന്താന്നോ? ഈ മോതിരം കാണുമ്പോ മുടങ്ങിപ്പോയ കല്യാണത്തിന്റെ ഓർമ്മ സുമിക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതിപ്പോ ഇത്ര വലിയ വിഷയാക്കട്ടെ കാര്യം എന്താ? കൊള്ളാം. ശ്രീകുട്ടന് പുതുപുത്തൻ മോതിരം, സുമിക്ക് മാത്രം ആ മുടങ്ങിപ്പോയ കല്യാണത്തിന്റെ പഴയതും. നിനക്ക് എങ്ങനെ തോന്നി ഇന്നലെ ഇത്? കഴിഞ്ഞത് കഴിഞ്ഞു ചന്ദ്രേട്ടാ. അതിന്റെ പേരിൽ മോതിരം വലിച്ചെറിഞ്ഞ് കളയണോ? അവന്റെ വില എന്താണെന്ന് വല്ലതും അറിയോ ചന്ദ്രേട്ടന്? നമ്മുടെ മക്കളെ നീ രണ്ടു തട്ടിൽ കാണരുത് എന്നിരേ. ശ്രീകുട്ടന് മോതിരം മേടിക്കാനാണെങ്കിൽ നീ ഇങ്ങനെ ലാഭം നോക്കുവോ? സുമിയുടെ കാര്യം വരുമ്പോ അവൾ എന്തു അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അവൾക്കെന്നും പഴയത്, ഒന്നിനും കൊള്ളാത്തത് അല്ലേ? എന്തിനാ നീ അവളോട് മാത്രം ഒരുമാതിരി ഈ രണ്ടാനമ്മയുടെ സ്വഭാവം കാണിക്കുന്നത്? എന്റെ മോളോട് ഞാൻ രണ്ടാനമ്മയുടെ സ്വഭാവം കാണിച്ചു എന്നോ? നിങ്ങളിത് എന്ത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്? ഞാൻ സുമിക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല എന്നല്ലേ? വാ വരാൻ കാണിച്ചു തരാം ഞാൻ. എന്റെ മോൾക്ക് വേണ്ടി എന്താ ചെയ്യണെന്ന് ഞാൻ. എങ്ങോട്ട്
എന്താ അമ്മ ഇത്? അമ്മ ഭഗവാനെ പോലും വെറുതെ വിട്ടില്ല അല്ലേ? ദേവിക്ക് ചാർത്താനായിട്ട് ഈ പട്ടും താലി അമ്മ കാത്തു വെച്ചിട്ടില്ലേ? അത് മതി. അച്ഛാ, ഇതൊന്ന് പിടിച്ചേ. എനിക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അതെനിക്ക് കിട്ടുമേ. ഇതുവരെയെല്ലാം മംഗളായിട്ട് നടന്നില്ലേ? ഇനിയും അതുപോലെ തന്നെ നടക്കും. നിങ്ങളുടെ രണ്ടുപേരുടെ അനുഗ്രഹം എപ്പോഴും എനിക്കുണ്ടല്ലോ. അമ്മേ, ഗണപതി ഭഗവാനോടൊരു സോറി പറഞ്ഞേക്ക്. സോറി ഭഗവാനെ.